CPMന്റെ മുതിർന്ന നേതാവ് മുൻ മന്ത്രി ജി സുധാകരൻ ഇപ്പോൾ ഒരു സോഷ്യൽ മീഡിയയിൽ എഴുതിയ പോസ്റ്റാണ് ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നത്. അതായത് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായ MV ഗോവിന്ദൻ തന്നെ പരിഹസിച്ച് ചിരിച്ചു. എന്നിട്ട് അത് ചോദ്യം ചെയ്യാൻ സംസ്ഥാന കമ്മിറ്റിയിൽ ആരും തയ്യാറായിട്ടില്ല, ജില്ലാ സെക്രട്ടറി പോലും തയ്യാറായിട്ടില്ല. അതുകൊണ്ട് 2026 താൻ പാർട്ടി അംഗത്വം പുതുക്കുന്നില്ല. 43 വർഷം സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ട് അല്ലെ സംസ്ഥാന നേതൃത്വത്തിൽ പ്രവർത്തിച്ച താൻ പിന്നീട് ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് വരുന്നു. ആ ബ്രാഞ്ച് കമ്മിറ്റിയുടെ പ്രവർത്തനം എങ്ങനെയെന്ന് ജില്ലാ സെക്രട്ടറി ഇന്നുവരെ ചോദിച്ചിട്ടില്ല. മാത്രമല്ല, ഇതിനുശേഷം ജില്ലാ സെക്രട്ടറി ഒരു പരിപാടിയിൽ പോലും തന്നെ ക്ഷണിച്ചിട്ടുമില്ല. ജി സുധാകരൻ വല്ലാതെ അസ്വസ്ഥനാണ്. ഈ MV ഗോവിന്ദനെതിരെയുള്ള മറ്റൊരു പരാമർശനം, ഈ MV ഗോവിന്ദൻ മത്സരിച്ച സീറ്റിൽ ഒരു വനിതാ സ്ഥാനാർത്ഥി വരുമെന്ന് കണ്ണൂരിലെ ജില്ലാ സമ്മേളനത്തിൽ തന്നെ അദ്ദേഹം പറഞ്ഞു. ഈ വനിതാ സ്ഥാനാർത്ഥി ആരാ? അദ്ദേഹത്തിൻ്റെ ഭാര്യ PK ശ്യാമള. അപ്പോൾ MV ഗോവിന്ദൻ CPM എന്ന് പറയുന്ന പാർട്ടിയെ നശിപ്പിക്കാൻ പോകുന്നു. അങ്ങനെയാണോ? MV ഗോവിന്ദനൊന്നും വേണ്ട, അതിനൊക്കെ ഇഷ്ടംപോലെ ആൾ അതിനകത്തുണ്ട്. MV ഗോവിന്ദനൊന്നും വേണ്ട. ലോകത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ചരിത്രം എടുത്താൽ, കുറേ കാലം കമ്മ്യൂണിസ്റ്റ് ആയിരുന്ന ഒരാളെന്നുള്ള എനിക്ക് ചരിത്രം കുറെ പഠിച്ചിട്ടുണ്ട്. എല്ലാ ചരിത്രത്തിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഇല്ലാതാവുന്നത് ഇങ്ങനെയുള്ള ഒരു ഏകാധിപത്യ നേതൃത്വത്തിന് കീഴിൽ പാർട്ടി സംഘടനയും പ്രത്യയശാസ്ത്രവും ദ്രവിക്കുകയും, കാരണം പിന്നെ മുമ്പോട്ട് വയ്ക്കാൻ ഒന്നുമില്ല, പാർട്ടി പരിപാടിയൊന്നും ഇപ്പോൾ ഇവർ പറയാറില്ല. ഇപ്പം ഞങ്ങളൊക്കെ ചെറുപ്പകാലത്ത് പാർട്ടി പരിപാടി, നടവ്, തന്ത്രം, നയം, ആഗോള രാഷ്ട്രീയം, ഇന്ത്യൻ രാഷ്ട്രീയം, കേരള രാഷ്ട്രീയം എന്നൊക്കെ വളരെ വിശദമായി പഠിച്ച് ഞാൻ ക്ലാസ് എടുക്കാൻ പോയിട്ടുള്ളതാണ് ഒരുപാട് സ്ഥലങ്ങളിൽ, കാരണം ഈ പുസ്തകം വായിക്കുന്ന ആളുകളിൽ നിന്ന്. പക്ഷേ ഇന്നിപ്പോൾ അതൊന്നും ഇവരെ സംബന്ധിച്ചുള്ള ചർച്ചയല്ല. ഈ സീറ്റിൽ ഇയാളെ നിർത്തണോ, ആ സീറ്റിൽ അയാളെ നിർത്തണോ, ഇവിടെ നിർത്തിയോ, LDF 3-0, പിണറായി 3-0 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സംഗതിയാണ്. അതിന് കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവസാനത്തിന് എല്ലാ കാലത്തും ഇങ്ങനെ തന്നെ സംഭവിക്കുക. ഒരു നേതാവിലേക്ക് മുഴുവൻ കാര്യങ്ങൾ കേന്ദ്രീകരിക്കുകയും ആ നേതാവ് ദുർബലനാവുമ്പോഴുണ്ട്. അപ്പോൾ മാവോയുടെ കാര്യമായാലും ഏത് സ്റ്റാലിൻ്റെ കാര്യത്തിലും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്. ആ നേതാവ് അധികാരത്തിലിരിക്കുമ്പോൾ എല്ലാവരും നേതാവിനെ തൊഴും. നേതാവ് പോയാൽ പിന്നെ എല്ലാവരും നേതാവിനെതിരാവും. അതുകൊണ്ട് ഞാൻ എൻ്റെ പല സുഹൃത്തുക്കളോടും CPMലുള്ള പഴയകാല സുഹൃത്തുക്കളോട് പറയാറുണ്ട്, ഇപ്പം ഞങ്ങളൊക്കെ ഇടുന്ന ഫേസ്ബുക്ക് പോസ്റ്റും ഞങ്ങളുടെയൊക്കെ ടോക്ക് നിങ്ങൾ എടുത്തു വയ്ക്കുക. എന്നിട്ടൊരു 5 കൊല്ലം കഴിയുമ്പോൾ നിങ്ങൾക്കത് ഉപയോഗിക്കാൻ പറ്റും. എന്താ വെച്ചാൽ നിങ്ങൾക്കത് ഉപയോഗിക്കാം, നിങ്ങൾക്ക് ഉപയോഗം ഉണ്ടാവും. കാരണം പിണറായി വിജയനാണ് ഈ പാർട്ടിയെ നശിപ്പിച്ചത് എന്ന് പറയാൻ അപ്പം നിങ്ങൾക്കൊരു സ്കേപ്പ് ഗോട്ടിനെ കിട്ടും. ഇപ്പോൾ ഇയാൾ പറഞ്ഞില്ലേ, റഷ്യയിൽ ഇയാളാണ് സോവിയറ്റ് യൂണിയൻ തകർത്തതെന്നൊക്കെ പറഞ്ഞ മാതിരിയുള്ളൊരു സംഗതിയാണ്. അപ്പോൾ അത് യഥാർത്ഥത്തിൽ ഇപ്പോൾ അവിടെയാണ്. അതിൽ ഗോവിന്ദന് വലിയ പങ്കൊന്നുമില്ല. ഗോവിന്ദൻ പിന്നെ കത്തുന്ന പുരയെന്ന് ഊരുന്ന കഴിക്കോൽ എന്നർത്ഥത്തിലേ ഗോവിന്ദനുള്ളൂ. അല്ല, ജി സുധാകരനെ തന്നെ പരിഹസിച്ച് ചിരിച്ചു എന്നൊക്കെ തന്നെ അവിടെയാണ് നമ്മൾ നേതൃത്വം എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രശ്നം. അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വം എപ്പോഴും ഒരു പ്രത്യേകം ജനാധിപത്യത്തിൽ വർക്ക് ചെയ്യുന്ന, അവിടുത്തെ വർക്ക് ചെയ്യുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി കോട്ടെ, ഇവിടെ ജനാധിപത്യത്തിൽ വർക്ക് ചെയ്യാണ്. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പലപ്പോഴും നിലനിർത്തിയിട്ടുള്ളത് ഇതിൻ്റെ വളരെ 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 ടാക്റ്റിക്കലായി കൈകാര്യം ചെയ്യാൻ കഴിയുന്ന സെക്രട്ടറിമാരാണ്, പിന്നെ ചില സെക്രട്ടേറിയറ്റ് മെമ്പർമാർ. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഒരു കാലത്ത് MV രാഘവൻ്റെ വിഷയം ഉണ്ടാകുമ്പോൾ അതിനെ മുഴുവൻ നേരിട്ട ഒരൊറ്റ ആളാണ് കൊല്ലത്തെ N ശ്രീധരൻ എന്ന് പറയുന്ന സഖാവ്. ആ പ്രശ്നത്തിൽ 2 കൂട്ടരോട് അപ്പുറത്ത് പോകാൻ പോണവരെ മുഴുവൻ, നായനാരടക്കം പ്രാക്ടിക്കലി അപ്പുറത്തായിരുന്നു. MV രാഘവൻ്റെ കൂടെയായിരുന്നു. മലബാറിലെ സഖാക്കൾ മുഴുവൻ അവിടെയായിരുന്നു. അവരെ പിടിച്ച് ഓരോരുത്തരെ കൊണ്ടുവന്ന് തിരിച്ചു പിടിയിരുത്തി പാർട്ടി ഇതാണ് എന്ന് പറഞ്ഞ്, അപ്പോൾ എന്നിട്ട് EMS പോലെയുള്ള ഒരു മെഗാ തിയറിയുടെ മുമ്പ് കൊണ്ടുവയ്ക്കുക, അങ്ങനെ EMS ചർച്ച ചെയ്തു എന്ന് പറഞ്ഞാൽ തീർന്നു പ്രശ്നം. അപ്പോൾ ആ അർത്ഥത്തിൽ ചെയ്യാനുള്ള ഒരു സെക്രട്ടറി, ഇതിന് ഒരു പരിധിവരെ കോടിയേരി ബാലകൃഷ്ണൻ ആ കഴിവുണ്ടായിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്ന ആളാണ്. ഇപ്പോൾ കോടിയേരിയാണ് സെക്രട്ടറി എങ്കിൽ, ഞാൻ കോടിയേരി എനിക്ക് ഭക്തനൊന്നുമല്ല ഞാൻ, പക്ഷേ കോടിയേരിയാണ് സെക്രട്ടറി എങ്കിൽ ഇങ്ങനെ ഒരു പോസ്റ്റ് വരില്ല. അതിനു മുമ്പ് ജി സുധാകരനെ കോടിയേരി കണ്ടിരിക്കും, PK ശശിയെ കണ്ടിരിക്കും, അല്ലെങ്കിൽ മൂന്നാറിലെ MLA കണ്ടിരിക്കും, ഐഷ പോറ്റിയെ കണ്ടിരിക്കും. കണ്ടിട്ട് നമുക്ക് എന്തെങ്കിലും സമവായം ഉണ്ടാക്കാൻ കഴിയുമോ എന്നുള്ള രൂപത്തിൽ അവരെ പാർട്ടിയുടെ കൂടെ നിർത്താൻ കഴിയുന്ന ഒരു ലീഡർഷിപ്പാണ് പാർട്ടി സെക്രട്ടറി. ആ പാർട്ടി സെക്രട്ടറി എന്ന് പറയുന്നത് ഒരു കോമാളിയുടെ നിലവാരത്തിലേക്ക് ഗോവിന്ദൻ എത്തിയിരിക്കുന്നു. മാഷൊന്നും വിളിക്കാൻ എനിക്ക് ഇഷ്ടമില്ലാവുണ്ട്. ഗോവിന്ദൻ എന്ന് പറയുന്ന ആളെ എത്തിയിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? MV ഗോവിന്ദൻ അയാൾക്ക് ഇനി ഒന്നും പറയാനില്ല. അതുകൊണ്ടാണ് നേരത്തെ വിജി പറഞ്ഞ പോലെ ഒരു സ്ത്രീ വേണം, അവിടെ ഒരു സ്ത്രീ, ഏത് സ്ത്രീ വേണം, എൻ്റെ ഭാര്യ സ്ത്രീ വേണം എന്നുള്ള രൂപത്തിൽ കൊണ്ടുവരികയും, ഇപ്പോൾ കണ്ണൂർ ജില്ലയിൽ ഞാൻ മനസ്സിലാക്കുന്നത്, കണ്ണൂർ ജില്ലയിൽ ആണെങ്കിൽ ഈ പാർട്ടിയുടെ ഏറ്റവും സ്ട്രോങ് കേന്ദ്രം എന്ന് പറയുന്നത് ഏറ്റവും വലിയ കൺഫ്യൂഷൻ ഉണ്ടായിട്ടുള്ളത് കണ്ണൂർ ജില്ലയിലാണ്. കാരണം അവിടെ ജില്ലയിൽ കൺഫ്യൂഷൻ ഉണ്ടായ പിന്നെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരളത്തിൽ എവിടെയും നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ സുധാകരനെ പോലെ ഒരാൾ ഇവർക്ക് പറ്റില്ല. കാരണം വെച്ചാൽ ഏറ്റവും വലിയ എതിരാളികൾ പോലും സുധാകരൻ അഴിമതിക്കാരനാണെന്ന് പറയില്ല, ഒരു എഫിഷ്യൻ്റായ ഒരാളാണ്. ചിലപ്പോൾ ചില വർത്തമാനമൊക്കെ പറയും, ഇല്ല എന്ന് പറയുന്നില്ല, പക്ഷേ അഴിമതിക്കാരനാണ് സുധാകരനെന്ന്
അദ്ദേഹത്തിനെതിരെ ഇപ്പം ഞാൻ മത്സരിച്ചാൽ പോലും ഞാൻ പോലും പറയില്ല, ആരും പറയില്ല. അദ്ദേഹം ഒരു ഇതാണ്. പക്ഷെ ഇപ്പോഴുള്ള ആളുകൾക്ക് അത് പോരാ. ഇപ്പോൾ സുധാകരൻ നിന്ന് മുഹമ്മദ് റിയാസിലേക്ക് മന്ത്രിസ്ഥാനം എങ്ങനെ എത്തിയോ അതേപോലെ തന്നെയാണ് ഈ പറഞ്ഞതുപോലെ പഴയ പാർട്ടി സെക്രട്ടറിമാരിൽ നിന്ന് എം വി ഗോവിന്ദനിലേക്ക് അതെത്തിയത്. ആ നാശത്തിൻ്റെ ഷിഫ്റ്റാണ്. അതിപ്പോൾ ഇനി ഇവിടെ മാത്രമല്ല, പല സ്ഥലത്തും അത് കാണേണ്ടി വരുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ ജി സുധാകരൻ എന്ന് പറയുന്ന ആൾ ഒരു കാലത്ത് ആലപ്പുഴയിൽ വളരെ പവർഫുൾ ആയിരുന്നു. അന്ന് സജി ചെറിയാൻ, ആർ നാസർ, എച്ച് സലാം എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ താഴെയുള്ള ആൾക്കാരാണ്. ഒരു ഘട്ടം കഴിയുമ്പോൾ ജി സുധാകരൻ പ്രായം കൊണ്ട് മാറ്റി നിർത്തപ്പെട്ടു. അപ്പോൾ അവർ തിരിച്ചടിക്കുന്നതായിരിക്കില്ലേ ഇത്? അങ്ങനെ തിരിച്ചടിക്കുന്നതല്ല. ഈ മാർക്സിസ്റ്റ് പാർട്ടിയിൽ ടു ബി ഓണസ്റ്റ് ഒരു ഇസ്ലാമിക ഗ്രൂപ്പുണ്ട്. അവർ ഓരോ ജില്ലകളിലായിട്ട് അവരുടെ ആധിപത്യം സ്ഥാപിക്കുന്നു. കൊല്ലത്ത് നൗഷാദ്, ആലപ്പുഴയിൽ എച്ച് സലാം. ആലപ്പുഴയിൽ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഏറ്റവും പ്രകോപനപരമായ മുദ്രാവാക്യം വന്നത് ആലപ്പുഴയിൽ നിന്നാണ്. ആ ഒരു ചെറുക്കനെ തോളത്തിരുത്തിക്കൊണ്ട് അവലും മലരും. അത് മലപ്പുറത്തോ കോഴിക്കോടോ കാസർഗോഡോ അല്ല, ആലപ്പുഴയിലാണ്. അപ്പോൾ ആലപ്പുഴ ഈസ് സ്ലോലി ബിക്കമിങ് എ ഡേഞ്ചറസ് പ്ലേസ്. ഇതിൽ അസംതൃപ്തി ഉണ്ടായിട്ട് ആദ്യം ഇത് പൊട്ടിക്കുന്നത് സുധാകരനാണ്. പറയാതെ പറഞ്ഞു ഇങ്ങനൊരു ഗ്രൂപ്പ് പിടിമുറുക്കുന്നു. എച്ച് സലാം, നാസറൊക്കെ അതിൻ്റെ കൂട്ടത്തിലാണ്. അല്ല, അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി, ഇത് മാത്രമല്ല മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട ഒരു വിഷയവും അവിടെ ഉന്നയിച്ചത് കൗൺസിലർ അയാളുടെ പേരുള്ള മയക്കുമരുന്ന് അത് ഭയങ്കര ഡേഞ്ചറായി. ഇപ്പോഴല്ല, ഒരു 10 വർഷം മുമ്പ് അവിടെ മയക്കുമരുന്ന്, ഞാൻ ഒറിജിനലി ചേർത്തലക്കാരനാണ്, പല വിശേഷങ്ങളിങ്ങനെ അറിയുന്ന കൂട്ടത്തിൽ ഈ പോപ്പുലർ ഫ്രണ്ടിന് ശക്തി വർദ്ധിച്ചു വരുന്നു എന്നറിഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ ഒരു റിലേറ്റീവ് ഒരു ചെറുക്കനെ വിളിച്ചു. എടാ, അവിടെ പോപ്പുലർ ഫ്രണ്ടിന് ശക്തി കൂടി വരുന്നതായിട്ട് കേൾക്കുന്നുണ്ടല്ലോ. അയാൾ പറഞ്ഞു, ചേട്ടൻ ചുമ്മാ ഇരിക്കുക, അത് പൊളിഞ്ഞോളും. കാരണം അതിൻ്റെ പ്രസിഡൻറ്റും സെക്രട്ടറിയും എന്നല്ല, 1 തരം ഡ്രഗ് അഡിക്ട്സാണ്. 6 മാസത്തിനകം സാധനം പോയി. ഇതുപോലെ തന്നെ പൊളിഞ്ഞു. അവർ അറസ്റ്റ് ചെയ്യപ്പെട്ടു. തീവ്രവാദ പ്രവർത്തനത്തിനല്ല, ഡ്രഗ്സിന് അറസ്റ്റ് ചെയ്യപ്പെട്ടു. പോപ്പുലർ ഫ്രണ്ട് തകർന്നുപോയി. പക്ഷെ പിന്നീട് പോപ്പുലർ ഫ്രണ്ട് സ്വഭാവശുദ്ധിയുള്ളവരെ മാത്രം എടുത്തിട്ട് വളരെ സ്ട്രോങ് ആയിട്ട് വളർത്തിക്കൊണ്ടുവന്ന് അങ്ങനെ വന്നിട്ടാണ് ഈ അവലും മലരും സൂക്ഷിച്ചു എന്ന് പറഞ്ഞാൽ അവിടം വരെ എത്തിച്ചത്. ഈ പ്രവർത്തനമൊക്കെ സിസ്റ്റമാറ്റിക്കായിട്ട് അടിത്തട്ടിൽ നടക്കുന്നു. അതിൽ സുധാകരന് പ്രതിഷേധമുണ്ട്. കുട്ടനാട്ടിലെ പാർട്ടിയിൽ നിന്ന് 21 പേര്, സാധാരണ പണ്ടൊക്കെ പാർട്ടിയിൽ നിന്ന് രാജിവെക്കലില്ല, പുറത്താക്കലേ ഉള്ളൂ. ഇവർ രാജിവെച്ച് നോട്ടീസ് അടിച്ചിട്ട് പിന്നെ ഫ്ലക്സ് അടിച്ച് 21 പേരുടെ പേരും വെച്ച് അവിടെ പ്രദർശിപ്പിച്ചു. അവർ ഇത് വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു, പോപ്പുലർ ഫ്രണ്ടിന് അപ്പർ ഹാൻഡ് കിട്ടുന്ന പ്രവൃത്തി പാർട്ടിയിൽ തടയപ്പെടുന്നില്ല, അത് ചോദിക്കാനും പറയാനും ആരുമില്ല, ഞങ്ങളിത് പലരോട് പറഞ്ഞു, പക്ഷേ ആരെ കേൾക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് 21 പേര് രാജിവെച്ചു. ഇതെല്ലാം ഈ റെഡ് ഫ്ലാഗ്സ് ആയിരുന്നു ആലപ്പുഴയിൽ സംഭവിക്കുന്നത്. അത് കഴിഞ്ഞ് ആദ്യം എല്ലാവരും അത് കണ്ടെങ്കിലും ആർക്കും അതിൻ്റെ സിഗ്നൽ മനസ്സിലായില്ല. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ജി സുധാകരൻ രാമായണം വായിച്ചു. ന്യൂസ് 18 ചാനലിൽ രാമായണ മാസത്തിൽ രാമായണം വായിക്കുന്നതല്ലേ. പക്ഷേ സുധാകരൻ്റെ അത്രയും പാരമ്പര്യമുള്ളൊരു കമ്മ്യൂണിസ്റ്റുകാരൻ പരസ്യമായിട്ട് TV ചാനലിൽ രാമായണം വായിക്കുക എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എ സിഗ്നൽ. അത് ഞങ്ങൾക്ക് 2 പേർക്കും മനസ്സിലാവും. ബാക്കി സാധാരണ ആൾക്കാർ ചോദിക്കുമല്ലോ, രാമായണം വായിക്കുന്നത് തെറ്റൊന്നുമില്ല, ബട്ട് അതൊരു സിഗ്നലാണ്. തെറ്റാണെന്നല്ല പറയുന്നത്, ഞാൻ പറയുന്നത് ശരിയാണ്. സിആറിന് മനസ്സിലാവുന്നത്. ഒരു വിഖ്യാതനായ കമ്മ്യൂണിസ്റ്റുകാരൻ ഒരു ചാനലിലൂടെ രാമായണ മാസത്തിൽ രാമായണം വായിച്ചാൽ അതൊരു സിഗ്നലാണ്, തെറ്റൊന്നുമല്ല, സിഗ്നലാണ്. ഇതൊക്കെ പാർട്ടി പുല്ലെന്ന് വിചാരിച്ചു. ഇതിപ്പോഴല്ല, പണ്ടുമുണ്ട്. കോടിയേരി മേ ബി ആൻ എക്സെപ്ഷൻ, എനിക്കറിയില്ല. നേരത്തെ നോക്കിക്കോ, രവീന്ദ്രനാഥ്, MN ലോറൻസ്, VB ചെറിയാൻ, ചാത്തുണ്ണി മാസ്റ്റർ, അപ്പുകുട്ടൻ വള്ളിക്കുന്ന്, KP കുഞ്ഞിക്കണ്ണൻ, കുഞ്ഞികൃഷ്ണനോ പിന്നെ പുത്തലത്ത് നാരായണൻ, ഇവരൊക്കെ ഇതുപോലെ, O ഭരതൻ, C കണ്ണൻ, ഈ നേതാക്കളൊക്കെ അൺസെറിമോണിയസ് ആയിട്ട് അവഗണിക്കപ്പെട്ട ആൾക്കാരാണ്. ഇതിനകത്ത് ഒരു പ്രായം കഴിഞ്ഞാൽ പിടിച്ചു നിൽക്കണമെങ്കിൽ നിങ്ങൾക്ക് ചില മാനേജർമാരുടെ ഇത് ആവശ്യമാണ്. നിങ്ങളിപ്പോൾ മറ്റേ വെറുക്കപ്പെട്ട വ്യവസായി ഉണ്ടല്ലോ, ഫാരിസ് അബൂബക്കർ.
പാർട്ടിയിൽ നിങ്ങളുടെ സ്ഥാനം ഉറപ്പിക്കാൻ ഫാരിസ് അബൂബക്കറിന് സാധിക്കും. എം വി ഗോവിന്ദന് ചിലപ്പോൾ കഴിഞ്ഞില്ല എന്ന് വരും. എം വി ഗോവിന്ദന് സെക്രട്ടറി ആയിട്ട് നിലനിർത്തണോ വേണ്ടയോ എന്ന് ഫാരിസ് അബൂബക്കറോ അതുപോലുള്ള വ്യവസായികളോ തീരുമാനിക്കും. ഇത് ഞാനിത് CPM മാത്രമല്ല പറയുന്നത്, പല പൊളിറ്റിക്കൽ പാർട്ടിയിലും സിനിമാ താരങ്ങൾക്കും വ്യവസായികൾക്കും ഉള്ള സ്വാധീനം ഈ പാർട്ടിക്കുള്ളിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ജ്യോതിഷികൾക്കുണ്ട്. ജ്യോതിഷിയുടെ അടുത്ത് മാധവ് പണിക്കരും അതിന്റെ ഫോട്ടോയൊക്കെ പുള്ളി അതിന് ജ്യോതിഷി എടുത്ത് പോകുന്നത് തെറ്റാണ്. ഇതിനെ ഞാൻ പറഞ്ഞു, ജി സുധാകരൻ രാമായണം വായിക്കുന്നത് തെറ്റാണോ? തെറ്റെന്ന് സിഗ്നലാണ്. ഇതുപോലെ ഗോവിന്ദൻ രഹസ്യമായിട്ട് ചെയ്തതാ. പിടിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ പുള്ളി അതുകൊണ്ട് എന്താണെന്ന് ചോദിച്ച് മലക്കം പറഞ്ഞതേ ഉള്ളൂ. അതും ഒരു സിഗ്നലാണ്, ഡെസ്പറേഷൻ്റെ സിഗ്നലാണ്. ഒരാൾ ജ്യോതിഷൻ്റെ അടുത്ത് പച്ച മലയാളത്തിൽ ജ്യോതിഷത്തിന് പറയുന്ന പേരെന്താ? പ്രശ്നം വയ്ക്കുക. അതായത് ഒരു പ്രശ്നം വരുമ്പോഴാണ് നമ്മൾ പല രീതിയിൽ അത് പരിഹരിക്കാൻ നോക്കും. കൂട്ടുകാരോട് പറയും, നാട്ടുകാരോട്, ഒരു രക്ഷയില്ലാതായി കഴിയുമ്പോഴാണ് കണിയാരുടെ അടുത്ത് പോകുന്നത്. ഇതുപോലെയാണ് എം വി ഗോവിന്ദൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു നിവൃത്തിയില്ല. പാർട്ടിക്കകത്ത് പല കളികളൊക്കെ കളിച്ചതാണ്. അവസാനം ജ്യോത്സ്യൻ്റെ അടുത്ത് പോകും. ഇതൊക്കെ ഇവർക്ക് സംഭവിക്കുന്ന സംഘടനയ്ക്ക് പറ്റുന്ന തകരാറുകളാണ്. അത് തകർന്നെന്ന് ആഗ്രഹിക്കുന്നവനാണ് ഞാൻ കേട്ടോ. CPM എന്ന് പറയുന്ന പാർട്ടി തകർന്ന് പണ്ടാറിറങ്ങിപ്പോണമെന്ന് ആഗ്രഹിക്കുന്നവനാണ് ഞാൻ. പക്ഷേ എൻ്റെ ആഗ്രഹം മാറ്റി വെച്ചിട്ട് ഞാൻ ഇമ്പാർഷ്യലായ ഒരു അനാലിസിസ് നടത്തുകയാണ്. അവർക്ക് സംഭവിച്ച കുഴപ്പങ്ങൾ ഇതൊക്കെയാണ്. ആത്മാർത്ഥതയുള്ള പ്രവർത്തകരെ നിരന്തരം അവഗണിക്കും. പാർട്ടിക്കുള്ളിൽ കോൺഗ്രസ്സിലുള്ള പോലെ മാനേജർമാർ വളർന്നു വരും. അവരൊക്കെ കർട്ടന് പുറകിലാണ്. നിങ്ങൾക്ക് മുഖ്യമന്ത്രിയെ കാണണം. മുഖ്യമന്ത്രി കാണുന്ന എളുപ്പമുള്ള കാര്യമില്ല, പ്രത്യേകിച്ചും പിണറായി വിജയൻ. പക്ഷേ മാനേജറെ ചെന്ന് കാണുക, മാനേജരോട് പറയുക, അതിനെ പറയാൻ ഒരു കാര്യം ചെയ്യും, 27-ാം തീയതി ഉച്ചയ്ക്ക് 3 മണിക്ക് വാ. നിങ്ങൾ 3 മണിക്ക് എന്ന അപ്പോയിൻമെൻറ്റ് ഉറപ്പാണ്, കണ്ടിരിക്കും. കാരണം ഹി വിൽ സീ ടു ഇറ്റ് ദാറ്റ് ചീഫ് മിനിസ്റ്റർ ഈസ് അവൈലബിൾ അറ്റ് ദാറ്റ് ടൈം. ഇയാളാണ് ഈ ടൈമിംഗ് എല്ലാം തീരുമാനിക്കുന്നത്. എങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണം, എവിടെ താമസിക്കണം, എന്ത് ഭക്ഷണം കഴിക്കണം, അത് ഇത്. മുഖ്യമന്ത്രി വിചാരിക്കുന്നത് താനാണ് ഇതൊക്കെ തീരുമാനിക്കുന്നത്. അങ്ങനെ അല്ല, ആ തീരുമാനങ്ങൾ വേറെ ആൾക്കാരാണ് എടുക്കുന്നത്. അല്ല, പക്ഷേ ഞാൻ ടീച്ചറുടെ ഒരു വിയോജിപ്പുള്ള ഒരു കാര്യം, CPM നശിച്ചു കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളെ അല്ല ഞാൻ. അതെ, എനിക്കതറിയാം. എനിക്ക് വളരെ നന്നായിട്ടുണ്ട് കേരളത്തിൽ CPM ഒരു പ്രതിപക്ഷത്തായാലും ഭരണപക്ഷത്തായാലും അവരിവിടെ ഉണ്ടാവണമെന്നും കേരളത്തിൻ്റെ ഒരു ലെഫ്റ്റ് ഇമേജ് നിലനിർത്തുന്നതിൽ അവർക്കൊരു പങ്കുണ്ടെന്ന് ഇന്നും വിശ്വസിക്കുന്ന ഒരാളാണ്. എനിക്കതിന് തുറന്നു പറയുന്നതിന് ഒരു മടിയില്ല. CPM-നെയും പിണറായി വിജയനെയും നഖചികാന്തം എതിർക്കുമ്പോൾ പോലും നമ്മളതിനെ കാണുന്നുണ്ട്. പക്ഷേ പ്രശ്നം ഇപ്പം നമ്മൾ മോഹൻദാസ് പറഞ്ഞ മാതിരി തിരിച്ചാൽ ഞാനിപ്പോൾ പറയണേ, നമ്മളിപ്പോൾ നിലനിൽക്കണം എന്ന് വിചാരിച്ചാലും നിലനിൽക്കില്ല എന്ന് അവർ തീരുമാനിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പം നിലനിൽക്കില്ല എന്ന് അവർ തീരുമാനിക്കും. ഇപ്പോൾ സുധാകരൻ്റെ കാര്യം എനിക്ക് തോന്നുന്നത്, ഒരു വാർത്ത അങ്ങനെ കേട്ടിരുന്നത്, എനിക്കിപ്പോൾ അത് നമുക്ക് കൺഫേം ചെയ്യാൻ അറിയില്ല. സുധാകരൻ അമ്പലപ്പുഴയിൽ UDF-ന്റെ സ്ഥാനാർത്ഥിയാവാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു വാർത്ത കുറച്ചു കാലം മുമ്പ് കേട്ടിരുന്നു. സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിക്കുകയും അമ്പലപ്പുഴയിൽ UDF സുധാകരനെ പിന്താങ്ങുകയും ചെയ്യുമെന്നുള്ളത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, സുധാകരനെ പോലൊരു ലീഡർ, വളരെ ബഹുമാനിക്കപ്പെടുന്ന ഒരു ലീഡറാണ്. പണ്ടത്തെ പോലെ പാർട്ടി നേതാവ് പറഞ്ഞാൽ അവൻ കള്ളനാണ് എന്ന് ആളുകൾ തീരുമാനിക്കുന്ന ഒരു കാലമല്ല. ഇപ്പോൾ കുഞ്ഞികൃഷ്ണൻ കള്ളനാണ് എന്ന് പാർട്ടി, അവൻ ഗോരം കുത്തിയാണ് മറ്റേതാണെന്നൊക്കെ പറഞ്ഞാലൊന്നും പയ്യന്നൂരിലെ ജനങ്ങൾ വിശ്വസിക്കുന്നില്ല. കാരണം അവരേൽ കണക്കുണ്ട്. കുഞ്ഞികൃഷ്ണൻ വെച്ചൊരു കണക്കുണ്ട്. ഈ കണക്കൊന്ന് മാച്ച് ചെയ്യണമല്ലോ ഈ സോഷ്യൽ മീഡിയയും മറ്റു കാര്യങ്ങളൊക്കെ വെച്ച്. അതുകൊണ്ട് പഴയതുപോലെ ഇപ്പോൾ ഇത് ഗർഭമുണ്ടെന്നും ഇല്ല എന്നൊന്നും പാർട്ടി തീരുമാനിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇവൻ കള്ളനാണെന്ന് പാർട്ടി തീരുമാനിക്കാൻ പറ്റില്ല. അതുകൊണ്ട് പാർട്ടി പറഞ്ഞ രീതിയിൽ മാത്രം പാർട്ടിയിൽ എല്ലാവരും വോട്ട് ചെയ്തുകൊള്ളണമെന്നില്ല. മറ്റൊരു വാക്ക്, ഒരാളുടെ വാക്ക് കണ്ടെടുത്ത് പറഞ്ഞാൽ, ഈ ഇലക്ഷനിൽ CPM ജയിക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കാൻ പോകുന്നത് CPM-കാർ തന്നെയാണ്. വേണ്ടാന്ന് CPM-കാർ തീരുമാനിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുമെന്നുള്ളതാണ് സുധാകരൻ്റെ ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലാവും. അല്ല, ഒരിക്കലും VS എന്ന് പറയുന്നത് പൊതുസമൂഹത്തിന് അത്ര താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണ്. പക്ഷേ പിന്നീട് പ്രതിപക്ഷ നേതാവായതിനു ശേഷം ജനങ്ങളുടെ കണ്ണുണ്ണിയായി മാറി. എന്ന് പറയുന്നത് ജി സുധാകരൻ പണ്ട് എവിടെ മത്സരിച്ചാലും പാർട്ടിക്കുള്ളിൽ നിന്ന് പോലും വോട്ട് കിട്ടാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. പിന്നീട് ജി സുധാകരൻ വളരെ മാന്യനായ മന്ത്രിയാണ്, അഴിമതിക്കാരനല്ലെന്നൊക്കെ ഒരു ഇമേജ് സൃഷ്ടിച്ചു. പക്ഷേ ഇപ്പോൾ പറയുന്നത് ജി സുധാകരൻ പാർട്ടിയിൽ പ്രസക്തനാണെന്ന് ചോദിച്ചപ്പോൾ പാർട്ടിയുടെ സെക്രട്ടറി എന്ന് പറഞ്ഞിട്ട് കളിയാക്കി ചിരിച്ചു. പത്രക്കാർ അത് ഏറ്റുപിടിച്ച് ചിരിച്ചു. ആ ദൃശ്യങ്ങൾ കൂടി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തുകൊണ്ടാണ് സുധാകരൻ ഈ പറയുന്നത്. അങ്ങനെ ചെയ്യരുത്. സുധാകരൻ അല്ല, ഏത് മനുഷ്യനോടും അങ്ങനെ ഒരു പരിഹാസച്ചിരി, ഒരു വെടലച്ചിരി എന്ന് പറയുന്നത്, അങ്ങനെയൊന്നും ചിരിക്കരുത്. അതൊക്കെ മഹാമോശമല്ലേ. ഒന്നുമില്ലെങ്കിൽ അദ്ദേഹത്തിന് പ്രായമുണ്ട്,
ഗോവിന്ദനേക്കാൾ പ്രായമുണ്ടല്ലോ പാർട്ടി സുധാകരന്. സെക്രട്ടറിയാണ് അത് എത്ര ചെയ്തത്. കൊല്ലത്തെ ഗോവിന്ദൻ പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിൽ വരുന്നതിന് എത്രയോ മുമ്പ് പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിൽ സുധാകരൻ ഇപ്പൊ ഫേസ്ബുക്കിൽ തന്നെ പുള്ളി പറയുന്നുണ്ട് 63 വർഷത്തെ പാർട്ടിയിലുണ്ട്. സർവീസ് പുള്ളിക്ക് പാർട്ടിയിൽ. 40 അങ്ങനെയുള്ളൊരു വർഷം മനുഷ്യനെ പരിഹസിക്കുകയൊന്നും ചെയ്തത് അത് ശരി. അത് ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്, വേണ്ട കാര്യം വേണ്ട രീതിയിൽ അല്ല ചെയ്യും. അതാണ് നയം എന്ന് പറയുന്നത്. ആ നയമാണ് ഗോവിന്ദന് ഇല്ലാതെ പോയത്. അതുകൊണ്ടാണ് ചിരിച്ചത്. ഈ മഹാഭാരതത്തിലെ പാഞ്ചാലിയുടെ ചിരിയാണ് യുദ്ധത്തിന് കാരണമായത് എന്ന് പറയുന്ന പോലെ, അതെ. അവരുടെ നാശത്തിനും കാരണമായതെന്ന് പറയുന്ന പോലെയുള്ളൊരു സംഗതിയാണ്. മാത്രമല്ല ഒരു പാർട്ടി സെക്രട്ടറി ഈ പറഞ്ഞതുപോലെ ഒരാളെയും അങ്ങനെ ഇപ്പം എതിരാളികളോട് പോലും അങ്ങനെ പറയാൻ പാടില്ല, പറയേണ്ടത്. പക്ഷേ ഗോവിന്ദൻ്റെ ഭാഷയും എപ്പോഴും ഒരുതരം ഈ പറഞ്ഞ വിട്ടിത്തങ്ങളും അപ്പം കൊണ്ടുപോകുന്ന കളികളും അതുപോലെയുള്ള ഒക്കെ അങ്ങനെ അതൊക്കെ ആളുകളെ ചിരിപ്പിക്കാനേ പറ്റൂ. അങ്ങനെ അത് നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെ പറഞ്ഞാൽ ആർക്കൊന്നും മനസ്സിലാവില്ല. അങ്ങനെ ഒരു ഗുണമുണ്ട്. ഞാൻ പറയുന്നത് ഈ പാർട്ടിയുടെ ഈ പിണറായി വിജയൻ്റെ ബോഡി ലാംഗ്വേജിലുള്ള ധാർഷ്ട്യം, സംസാരിക്കുമ്പോഴുള്ള ധാർഷ്ട്യം, അത് പാർട്ടിയിൽ എല്ലാവരെയും പിടികൂടിയിരിക്കുന്നു. എല്ലാവർക്കും ആ ധാർഷ്ട്യമുണ്ട്. ഒരു വിനയം എന്ന് പറയുന്നത് ലെവലേശയില്ല, പരപുച്ഛം, സകലരോടും പുച്ഛം. അത് എം.വി. ഗോവിന്ദൻ നോക്കിക്കോ, എ റഹീം നോക്കിക്കോ, എം സ്വരാജ് നോക്കിക്കോ, എല്ലാവർക്കും മുമ്പിലിരിക്കുന്നവരും നാട്ടുകാരും ഒക്കെ പൊട്ടന്മാരാണ്, ബുദ്ധിശൂന്യന്മാരാണ്. ഞങ്ങളാണ് വലിയ ആൾക്കാർ, ഞങ്ങൾ ഭരണകക്ഷിയായാലും പ്രതിപക്ഷത്തായാലും ഞങ്ങൾ വലിയ ആൾക്കാർ. ഇത് പ്രസരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അവരെ കാണുമ്പോൾ തന്നെ നമുക്ക് നമ്മളെന്തോ കുറഞ്ഞു വരും ഇങ്ങനെ തമ്പരാനും എന്നുള്ളത്. അത് പാർട്ടിക്ക് വലിയ ദോഷം ചെയ്തിട്ടുണ്ട്, വലിയ ദോഷം ചെയ്തു. നിങ്ങൾ വളരെ നല്ല കാര്യങ്ങൾ ചെയ്താൽ പോലും അത് വിനയത്തോടെ പ്രസൻറ്റ് ചെയ്തില്ലെങ്കിൽ ജനങ്ങൾ നിങ്ങളെ വഹിക്കുന്നില്ല. ഇയാളുടെ പൊങ്ങച്ചൊന്നും കേൾക്കാൻ ജനങ്ങൾക്ക് നേരെയില്ല. അല്ല, പക്ഷെ അങ്ങനെയാണെങ്കിൽ നല്ല കാര്യങ്ങൾ അത് ആ രീതിയിൽ ചെയ്താൽ നിങ്ങളുടെ ഒരുപക്ഷെ നിങ്ങൾ അത്ര, നേരത്തെ VS-ൻ്റെ കാര്യം പറഞ്ഞു വരിക, VS ഒരു മുരടനാണെന്നും VS ഒരു ആളുകളോട് സംസാരിക്കാൻ അറിയാത്ത ആളാണെന്നും സ്റ്റാലിനിസ്റ്റാണെന്നും ഒക്കെ വലിയ പരാതി ഉണ്ടായിരുന്നു. പക്ഷെ ഒരു 5 കൊല്ലം കൊണ്ട് VS അത് മാരാരിക്കുളത്ത് തോറ്റതിന് ശേഷം VS വേറൊരു VS ആയി. ആ VS അപ്പോഴും ഒരു ഭയങ്കര ഫ്രണ്ട്ലി ആയ ഒരാളല്ല. ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ പോലെ ഒരു ഫ്രണ്ട്ലി, പക്ഷേ VS-ന് ആളുകൾ ഇഷ്ടപ്പെട്ടത് ഫ്രണ്ട്ലി ആവായത് കൊണ്ട് മാത്രമല്ല, VS-ൻ്റെ നിലപാട് കൊണ്ടുകൂടിയാണ്. കാരണം അങ്ങനെ ഒരു ഉറച്ച നിലപാടെടുത്തു. അതിപ്പോൾ പിണറായിയുടെ നിലപാടാണ് ഞാൻ കാണുന്നത് പ്രശ്നം. ഇത് പിണറായിയുടെ ധാർഷ്ട്യമല്ല, പിണറായിയുടെ നിലപാടും ഇതിൽ പ്രശ്നമാണ്. അതുകൊണ്ടാണ് ആളുകൾക്ക് സംശയമുണ്ട്, ഇയാൾ സ്വാർത്ഥതയ്ക്കാണോ നിൽക്കണേ, മകൻ്റെ പേരിൽ, മകളുടെ പേരിൽ, ഭാര്യയുടെ പേരിൽ ഇങ്ങനെ ആരൊക്കെ വരുന്നു, ഇതെല്ലാം വന്നിട്ട് ഇയാളിത് കടിച്ചു തൂങ്ങി നിൽക്കുക, ഇതോ ഇങ്ങനെ പാർട്ടി ഒരു മറയാക്കുന്നുണ്ടോ, എന്നെ എതിർക്കുന്നതെന്ന് വെച്ചാൽ പാർട്ടിയെ എതിർക്കുന്ന പോലെയാണ്. മോഹൻലാലിനോട് പറഞ്ഞു കേട്ടല്ലോ, എന്നെ എതിർക്കാനല്ല പാർട്ടിയെ എതിർക്കാൻ, എന്ന് വെച്ചാൽ പാർട്ടിയാണ് ഈ യുദ്ധത്തിൽ കുട്ടികളെയും സ്ത്രീകളെയും കൊണ്ട് മുമ്പിൽ നിർത്തുന്ന ഒരിടവുണ്ടല്ലോ. ആ മാതിരി ഞാനേ ഈ മോഹൻലാലുമായിട്ടുള്ള പുള്ളിയുടെ സിനിമ അത് ഇറങ്ങുന്നതിന് മുമ്പ് വരെ പിണറായിക്ക് 3ാം വരവിനൊരു സാധ്യതയുണ്ട് എന്ന് ഞാൻ ഉള്ളിലിങ്ങനെ വിചാരിച്ചു. പക്ഷേ മോഹൻലാലും പിണറായി വിജയനും ചേർന്നുള്ള സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ കാരണം കൂടാതെ എനിക്ക് തോന്നി ദിസ് ഈസ് ദ എൻഡ്, ഇനി പിണറായി 3ാമത് വരാൻ പോണില്ല. അതിനെന്താ കാര്യം, മോഹൻലാൽ മോശമാണോ? ഒന്നുമല്ല. പക്ഷെ അത് മൊത്തത്തിൽ അത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇദ്ദേഹം ഇനി ഒരു ആക്സിഡൻ്റൽ ആയിട്ടുള്ള ഒരു സംഭാഷണം അല്ലല്ലോ, വളരെ പ്ലാൻഡായി സെറ്റപ്പായി ചെയ്തൊരു കാര്യമല്ല അതാണ് സിനിമ സ്റ്റൈൽ. അതുകൊണ്ടാണ് അത് പൊളിഞ്ഞത്. ഞാനതിന് സിനിമ എന്ന് പറയാൻ കാര്യം അതാണ്. അല്ലെങ്കിൽ വെറുതെ ഒരു അഭിമുഖമായിട്ടല്ല അത് പൊളിഞ്ഞത് അതുകൊണ്ട് തന്നെയാണ്. അങ്ങനെ ആയതുകൊണ്ട് ഒട്ടും സ്വാഭാവികമല്ലെന്നും സ്ക്രിപ്റ്റാണ് രണ്ടുപേരും പറയുന്നതെന്നും നമുക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ, ആരോ പ്രോംപ്റ്റ് ഉണ്ടോയെന്ന് പോലും സംശയിക്കുന്ന രൂപത്തിലാണ് ആ സാധനം വന്നത്. അതുകൊണ്ടാണ്. അല്ലാതെ സ്വാഭാവികമായി സംസാരിക്കുകയാണെങ്കിൽ വഴിയിൽ വെച്ചുകൊണ്ട് സംസാരിച്ചു, ഹാ ഹാ എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ചിരിച്ചു, കൈ കൊടുത്തു, അങ്ങനെയുണ്ട് കുടുംബം. അതിൽ ഏറ്റവും വലിയ കാപട്യം പിണറായി വിജയൻ സംസ്കൃത ശ്ലോകം ചൊല്ലുന്നതാണ്. അയ്യോ, പിണറായി വിജയൻ സംസ്കൃത ശ്ലോകം ചൊല്ലില്ല. അത് പലതവണ എടുത്ത് കറക്റ്റായ അംശം മാത്രം ചേർത്ത് എഡിറ്റ് ചെയ്ത് ഒക്കെ ചെയ്തിരിക്കുകയാണ്. എന്താ പിണറായി വിജയന് സംസ്കൃത ശ്ലോകം ചൊല്ലിയാൽ ഒരു കുഴപ്പമില്ല. നാളിതുവരെ ആ മനുഷ്യൻ സംസ്കൃത ശ്ലോകം ചൊല്ലിയത് ഞാൻ കേട്ടിട്ടില്ല. അല്ല, അയ്യപ്പ സംഗമത്തിൽ ചൊല്ലിട്ടോ, ഗീതയിലെ 2 വരി. ഗീതയിലെ 2 വരി. അതും പ്രിപ്പയർഡ്. സാധാരണ സംസ്കൃത ശ്ലോകം അറിയാവുന്നവർ അവരുടെ ഏതെങ്കിലും പ്രസംഗത്തിൽ അറിയാവുന്ന ഇപ്പോൾ ONV കുറുപ്പ് അല്ലെങ്കിൽ മധുസൂദനൻ നായരൊക്കെ സംസാരിക്കുന്നത് 2 സംസ്കൃത ശ്ലോകം ഉറപ്പാണ്. സംസാരിച്ചാൽ 2 ശ്ലോകം ഉറപ്പാണ്. അത് അവരുടെ സ്വഭാവ ബ്ലഡിലുള്ളതാണ്, സ്വാഭാവികമായിട്ട് വരും. ഇതങ്ങനെയല്ല. ഇത് കാണാതെ പഠിച്ച് പലതവണ പരിശീലിച്ച്
പിന്നെ ചൊല്ലുമ്പോൾ തെറ്റുന്നുണ്ടാവും, അത് എഡിറ്റ് ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്ത് മൊത്തം കൃത്രിമമാണ്. പിന്നെ സന്യാസി അത് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായത് സന്യാസ എന്ന് പറഞ്ഞു പുള്ളി. ആ. അത് കേട്ടപ്പോൾ മനസ്സിലായല്ലോ പുള്ളിയുടെ മൊത്തം വർത്തമാനവും പുള്ളിയുടെ ഒരു വിദ്വേഷവും ഹിംസാത്മകതയും ഒക്കെ വെച്ചിട്ട് പുള്ളി സന്യാസിയാന്ന് പറഞ്ഞാൽ അത് വലിയ 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 പ്രശ്നമുണ്ടോ? സന്യാസത്തിൻ്റെ മനസ്സുള്ളിലുണ്ടെന്നാണ് എല്ലാം ത്യജിക്കുന്ന. അതേ ഞാൻ പറഞ്ഞു. അത് കേൾക്കുമ്പോൾ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരാൾ നമ്മൾ സന്യാസിയാണെന്നോ ഒരാൾ നമ്മൾ ഇതത് പറയുമ്പോൾ ഇത് അയാളുടെ ഒരു ഹിസ്റ്ററി നമ്മൾ ആലോചിക്കുമല്ലോ. എന്താണ് അയാളുടെ ഒരു സംഗതി, അയാളുടെ ജീവിത സമീപനം എന്താണ്, എങ്ങനെയാണ് അയാൾ കാര്യങ്ങൾ കാണുന്നതെന്ന്. അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. എന്തിനാ അയാൾ സന്യാസി എന്ന് പറഞ്ഞ് കമ്മ്യൂണിസ്റ്റുകാരൻ എന്താ സന്യാസി എന്ന് എനിക്ക് മനസ്സിലായില്ല. അങ്ങനെ പറഞ്ഞു. ചുരുക്കം പറഞ്ഞാൽ ജി സുധാകരൻ എന്ന് പറയുന്ന CPM-ൻ്റെ ഒരു സമുന്നതനായ നേതാവ് പാർട്ടിക്ക് പുറത്താണോ അകത്താണോ എന്നുള്ളത് വരും ദിവസങ്ങൾക്കുള്ളിൽ വ്യക്തമാവും. അപ്പം നമുക്ക് വീണ്ടും സംസാരിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.